ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ഈ വർണ്ണമനോഹരമായ സ്ഥലത്താണ്. ഇത് ആർക്കെങ്കിലും ഗസ്റ്റ് ചെയ്യാമോ എവിടെയാണെന്ന്? ദിസ് ഇസ് ബാത്ത് സ്പാ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഫാഷന് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ്. വെയിൽസിനോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് ബാത്തിൽ നിന്നാണ് ഇന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഈ കാണുന്നത് ഒരു പ്രശസ്തയായ എഴുത്തുകാരിയുടെ മ്യൂസിയമാണ്, അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ച മണ്ണിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ മൂവീസ് കാണുവാൻ ഇഷ്ടമുള്ളവരെ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ചിത്രമാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, അല്ലെങ്കിൽ നോവൽ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. നിങ്ങൾക്ക് കാണാം, അവിടെ അത് വെച്ചിട്ടുണ്ട്. സോ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ഒക്കെ എഴുതിയ പ്രശസ്തയായ ജെയിൻ ഓസ്റ്റൻ എന്ന് പറയുന്ന എഴുത്തുകാരി താമസിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് ജെയിൻ ഓസ്റ്റനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, ജെയിൻ ഓസ്റ്റൻ്റെ ജീവിതം, ജെയിൻ ഓസ്റ്റൻ്റെ ഫാമിലി, ഓരോ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകളും എങ്ങനെ എഴുതി എന്നുള്ളതൊക്കെ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഓരോ തുണികളും ഓരോ ഡ്രസ്സിങ് സ്റ്റൈൽസും ഒക്കെ കൂടുതലായിട്ട് കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബാത്ത് വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഫാഷൻ. ഒരു ഫാഷനബിൾ സിറ്റി ആയിരുന്നു. ജെയിൻ ഓസ്റ്റൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1799 അല്ലെങ്കിൽ 1800-കളിലാണ് ജെയിൻ ഓസ്റ്റൻ്റെ ജീവിത കാലഘട്ടം. എങ്കിൽ പോലും ആ കാലഘട്ടത്തിലും ഫാഷൻ ഏറ്റവും പേരുകേറ്റ സ്ഥലത്തേക്കാണ് ജെയിൻ ഓസ്റ്റൻ വന്ന് താമസിക്കുകയും ഇവിടെ വെച്ച് പ്രശസ്തമായ 3 നോവലുകൾ അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട്. Jane Austen herself. So this is what we call Victorian AI. He gives Jane a complete makeover, and we're not quite sure what he's done to her shoulders there. Painted by Cassandra in 1804, obviously from behind. She's got her bonnet undone, and her descendants own the original. In 1804, Jane's letters survive. She visited a place she adored, the English seaside town of Lyme Regis. So if you've read Persuasion, it's a location in that novel as well as Bath. And her descendants who own it believe she's overlooking the bay at Lyme Regis. ഇപ്പം നിങ്ങൾ കേട്ടത് ജെയിൻ ഓസ്റ്റൻ്റെ പല കാലഘട്ടങ്ങളിലായിട്ട് ജെയിൻ ഓസ്റ്റൻ്റെ ചിത്രങ്ങൾ വരച്ച പല രീതിയിലുള്ള ചിത്രകാരന്മാരുടെ കലാവിരുതുകളാണ് നമ്മളവിടെ കേട്ടത്. അതുപോലെ തന്നെ ചെയ്യുന്ന ഹോസ്റ്റ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഹോസ്റ്റ് തന്നെ ആ കാലഘട്ടത്തിലെ വേഷം ധരിച്ച്, അല്ലെങ്കിൽ അവരെ പോലെയാണ് സംസാരിക്കുന്നതും ആ ഒരു കാലഘട്ടത്തിലുള്ളവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് മൊത്തത്തിൽ നമ്മൾ പുള്ളിക്കാരുടെ കാലത്ത് ജീവിച്ചതായിട്ട് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഇതോരോ മിനിയേച്ചേഴ്സ് അവിടെ ചെയ്തിരിക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ട് തോന്നി എനിക്ക്. എങ്ങനെയായിരുന്നു ജെയിൻ ഓസ്റ്റൻ്റെ വീട്, അല്ലെങ്കിൽ വീട്ടിലെ രീതികൾ എന്നുള്ളൊരു ചെറിയ റൂമുകളൊക്കെ ഉണ്ടോ, അതൊക്കെയാണ് ഇതിൽ മിനിയേച്ചേഴ്സിൽ കാണിച്ചിരിക്കുന്നത്. ജെയിൻ ഓസ്റ്റന് 7 പേരായിരുന്നു. 4 ബ്രദേഴ്സായിരുന്നു, 2 പെൺകുട്ടികളും. ഇവർ 2 പേരും വിവാഹിതരായിട്ടില്ല. പക്ഷേ അവരെ പഠിക്കാൻ അനുവദിക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ പഠിത്തത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും, ഫീമെയിൽസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ജെയിൻ ഓസ്റ്റൻ പഠിച്ചിരുന്നു, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, പുസ്തകങ്ങൾ എഴുതാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. വിവാഹം ഒരിക്കൽ ഉറപ്പിച്ച് അത് പിന്നീട് മുടങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ജെയിൻ ഓസ്റ്റൻസ് ഹിസ്റ്ററി ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ലിസൺ. പിന്നെ അവൾ എഴുതിയ 3-4 നോവലുകളിൽ മെയിനായിട്ടുള്ള നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസിൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറയേണ്ടതായിട്ടില്ല, എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. അത് മെയിൻലി എങ്ങനെയാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും, ഇല്ലേ അതിൻ്റെ ഒരു ജീവിത ശൈലികളും എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോവലായിരുന്നു അന്നത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ. ഇത് ഓസ്റ്റൻ്റെ ജീവിത കാലഘട്ടമാണ് കാണിച്ചിരിക്കുന്നത്. ഓസ്റ്റൻ എവിടെയൊക്കെ ജീവിച്ചു, ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. 1786 റൈറ്റിംഗ് എഴുതി തുടങ്ങിയത്. ജൂനൈലാന്ന് പറഞ്ഞത് അത് ഞാൻ പറയേണ്ടതല്ല. യു ക്യാൻ സീ ദിസ് വോട്ട് ഇസ് ഗിവൺ ഇൻ ദ വേൾഡ് സേ. ഇങ്ങനെയാണ് ജെയിൻ വളരെ ചെറുപ്പത്തിലൊന്ന് ഇവിടെ വന്ന് താമസിച്ചിരുന്നു. ഞാൻ ആദ്യം ഒരു ചിത്രം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കയറുന്ന സെയിം സ്ഥലത്താണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നീടാണ് ജെയിൻ വീണ്ടും ഇവിടേക്ക് മൂവ് ചെയ്ത് ഇവിടെ വെച്ചാണ് ജെയിൻ്റെ അപ്പ മരണപ്പെടുന്നതും അതിനുശേഷം ഇവിടെ കുറേ കാലം താമസിക്കുകയും ബ്രദറിൻ്റെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. ജെയിൻ്റെ അച്ഛനെ കബറടക്കിയിരിക്കുന്നതും ബാത്തിൽ തന്നെയാണ്. ഇങ്ങനെ ഓരോ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നമ്മളിതിൽ കണ്ടാണ് പോകുന്നത്.
പിന്നീട് ഇവിടെ കാണിച്ചിരിക്കുന്നത് അന്നത്തെ കാലത്തെ ഫാഷനാണ്. ഇതിൽ എങ്ങനെയായിരുന്നു ഡ്രസ്സിങ്. പിന്നെ മൊത്തം UK എടുത്താൽ അതിലേറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു നഗരം എന്നാണ് ബാത്ത് അറിയപ്പെട്ടിരുന്നത് തന്നെ. ഇപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്ന ജെയിൻ്റെ ഒക്കെ ഒരു പാഷൻ ഭയങ്കര, അല്ല ജെയിൻ അതിലൊരുപാട് ഹാപ്പിനെസ് കണ്ടിട്ടുണ്ട്. ജെയിൻ്റെ പെർസ്വേഷൻ എന്ന് പറഞ്ഞ നോവലിൽ എന്താ പറയുക, സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ഫാഷൻ കോൺഷ്യസ്നെസ് ഇൻ ദ റീജൻസി പീരീഡ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ബാത്ത് എന്ന സ്ഥലത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മളിതെല്ലാം കണ്ടു മുന്നിട്ട് പോയി കഴിയുമ്പോൾ ഒരു തിയേറ്റർ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അതൊരു 12 minutes ഒരു മൂവിയാണ് നമ്മളെ കാണിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ജെയിൻ ഓസ്റ്റൻ്റെ കഥ ഇന്നിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഉള്ള കുറച്ച് പേര് അതിൽ അഭിനയിക്കുന്നതാണ്. ഇങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണി ആയിട്ട് നമുക്ക് തോന്നുന്നു. 12 minute കൊണ്ട് നമുക്ക് ഏകദേശം പുള്ളിക്കാരുടെ ഒരു പിക്ചർ കിട്ടും. ജെയിൻ ഓസ്റ്റൻ വെറും 41 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. 6-7 നോവലുകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇത് വളരെ പോപ്പുലറായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകളിൽ തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഫീമെയിൽ എഴുത്തുകാരിയാണ്. ഒരു സിസ്റ്റർ കൂടെ ഉണ്ട്. ഇവർ രണ്ടുപേരും വിവാഹിതരല്ലായിരുന്നു. ഇവർ രണ്ടുപേരും അമ്മയുമായിരുന്നു. അവസാന കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു. ബാത്ത് വിട്ട് പോയി അവർ വേറൊരു സ്ഥലത്താണ് അവർ പിന്നീട് ലാസ്റ്റ് ജീവിച്ചത്. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന പല പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. ഇതൊന്നും നമുക്ക് അൺഫെമിലിയർ അല്ല, ബിക്കോസ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന നാട്ടിലെ ആൾക്കാരല്ലേ നമ്മളും. പിന്നെ ജെയിൻ ഓസ്റ്റനൊക്കെ ധരിച്ചിരുന്ന പലതരം വേഷങ്ങൾ. ജെയിൻ ഓസ്റ്റന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഈവനിങ്ങിൽ ഇങ്ങനെ ഇരുന്ന് ഗെയിംസ് കളിക്കുന്നത്, കാർഡ്സ് കളിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അന്ന് കളിച്ചിരുന്ന ഓരോ ഗെയിംസും കാർഡ്സും ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത പോലെ പല അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും അവിടെ കാണിച്ചിരിക്കുകയാണ്. അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഇതൊക്കെ എന്താണെന്ന്. സോ ഞാനിങ്ങനെ ഓരോന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ബോക്സുകൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. സോ ഇത് ഗ്ലോവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന സാധനമാണത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിങ്ങനെ കാണിക്കാം കേട്ടോ, ഓരോന്നും എന്താണെന്നുള്ളത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. അന്നത്തെ കാലത്ത് അവർ ധരിച്ചിരുന്ന വേഷങ്ങളാണ് പിന്നെ ഇവിടെ നമുക്ക് കാണാവുന്ന രീതിയിൽ അവർ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാഷൻ പ്രശസ്തമായ സ്ഥലമായതുകൊണ്ട് വളരെ ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള കോസ്റ്റ്യൂംസ് നമുക്കവിടെ കാണാം. ഇത് കണ്ടതിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് നമുക്കത് ട്രൈ ചെയ്യാൻ വേണ്ടി അവിടെ വേറെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനറിയില്ല. അന്ന് ആ വേഷത്തിൽ ഞാനും എടുക്കട്ടെ 2 ചിത്രം എന്ന് വിചാരിച്ച് ഞാനും എടുത്തു. ഇതാണ് ഹോസ്റ്റ് ചെയ്യുന്ന ആൾ. വളരെ ഭംഗിയായിട്ടെല്ലാം പ്രസൻറ്റ് ചെയ്തു. ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോൾ എന്നോട് കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ സംസാരിച്ചു, ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിച്ചു, പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം വളരെ ഇത് എൻ്റെ എൻട്രൻസ് ആണ്. അവിടെ ജെയിൻ ഓസ്റ്റൻ്റെ ഒരു പ്രതിമ വെച്ചിരിക്കുന്നതാണ്. ഓവറോൾ ലിറ്ററേച്ചർ പഠിച്ചതിന് ശേഷം പിന്നീട് അതിലേക്കൊരു തിരിഞ്ഞു നോട്ടം പോലെയൊക്കെ തോന്നി. ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ അവസാനം കാണുന്ന ഈ ക്ലിപ്പ് ഹോസ്റ്റ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ബൈ. താങ്ക് യു.